ഫസ്റ്റ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സിൽ ബൈനറി ആൻഡ് ഉണ്ട്, ബൈനറി ഓർ, ബൈനറി എക്സ് ഓർ, ബൈനറി വൺസ് കോംപ്ലിമെൻ്റ് കാണാനുള്ളത്, ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റ്, ബൈനറി റൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് പൈത്തണിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റത്തെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ആൻഡ് ആണ്. അതിൻ്റെ സിമ്പൽ നോർമൽ ഒരു ആൻഡിൻ്റെ സിമ്പൽ തന്നെയാണ്, ഒരു ആംപർസെൻറ്റ് എന്നൊക്കെ പറയാം. ഒരു ആൻഡിൻ്റെ സിമ്പലാണ് ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റർ കോപ്പീസ് എ ബിറ്റ് ടു റിസൾട്ട് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ബോത്ത് ഓപ്പറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഓപ്പറൻസ് 1 അല്ലെങ്കിൽ ഹൈ ആണെങ്കിൽ മാത്രമാണ് റിസൾട്ട് ഹൈ ആവുള്ളൂ. അതായത് നോർമൽ ആൻഡ് ഓപ്പറേഷൻ അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് ബൈനറി ഓർ, അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് കീബോർഡിൽ എൻ്റർ കീയുടെ എബവ് ഒരു ബട്ടൺ ഉണ്ട്, അത് ഷിഫ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ആ കീ കിട്ടും നമുക്ക്. ഇറ്റ് കോപ്പീസ് എ ബിറ്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഐദർ ഓപ്പറൻറ്റ്. അതായത് ഇപ്പോൾ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഓറിൻ്റെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബിറ്റ് ഹൈ ആയാൽ മതി. 2 ബിറ്റിൽ ഏതെങ്കിലും ഒരു ബിറ്റ് ഹൈ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ബൈനറി എക്സോർ, അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വി ഓപ്പോസിറ്റ് ആയിട്ട് പോലെ, അതിന് ക്യാരറ്റ് സിമ്പൽ എന്നൊക്കെ പറയും. ആ സിമ്പലാണ് എക്സോറിന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കോപ്പീസ് ദ ബിറ്റ് ഇഫ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ 1 ഓപ്പറൻ ബട്ട് നോട്ട് ബോത്ത്. ആക്ച്വലി സെൻറ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല. ബൈനറി എക്സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. 2 ഡിഫറെൻറ്റ് ഇൻപുട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സെയിം ഇൻപുട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന സിമ്പിൾ ഒരു നെഗേഷൻ സിമ്പിളാണ്. ആക്ച്വലി അത് ബൈനറി വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ്. ഇറ്റ് ഈസ് യൂണറി ആൻഡ് ഹാസ് എഫക്റ്റ് ഓഫ് ഫ്ലിപ്പിംഗ് ബിറ്റ്സ്. അതായത് 1 കൊടുത്തു കഴിഞ്ഞാൽ 0, 0 കൊടുത്താൽ 1, അതാണ് ഫ്ലിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു ഡെസിമൽ ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിനെ കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് കമ്പ്യൂട്ടറിനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ബൈനറി ബിറ്റ്സിനെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ട് അതിൻ്റെ തിരിച്ച് വീണ്ടും ഡെസിമൽ നമ്പറിലാക്കിയിട്ടാണ് ആക്ച്വലി ഈ വൺസ് കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരിക. നെക്സ്റ്റ് ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റാണ്. ലെഫ്റ്റിലേക്ക് 2 ആരോ കീസ് പോലെ കാണാം. ദി ലെഫ്റ്റ് ഓപ്പറൻസ് വാല്യൂ ഈസ് മൂവ്ഡ് ലെഫ്റ്റ് ബൈ നമ്പർ ഓഫ് ബിറ്റ്സ് സ്പെസിഫൈഡ് ബൈ ദി റൈറ്റ് ഓപ്പറൻറ്റ്. ഇതിലെന്താണ് പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പറേറ്റർ കണ്ടില്ലേ നമ്മുടെ, അതാണ് ബൈനറി ലെഫ്റ്റ് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ആക്ച്വലി ഡെസിമൽ വാല്യൂ. അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് റൈറ്റ് ഓപ്പറൻറ്റ്. ആ റൈറ്റ് ഓപ്പറൻറ്റിലെ ഏതാണ് വാല്യൂ, 2 ആവാം 3 ആവാം, ഏതാണ് അത്രയും വാല്യൂസാണ് ആക്ച്വലി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ബൈനറി റൈറ്റ് ഷിഫ്റ്റ് നോക്കാം. റൈറ്റ് ഷിഫ്റ്റിൽ എന്താ ഓപ്പറേറ്റർ, റൈറ്റിലേക്ക് 2 ആരോ കീ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനല്ല ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് എന്താണ്? ദ ലെഫ്റ്റ് ഓപ്പറൻറ്റ് വാല്യൂ ഈസ് മൂവ്ഡ് റൈറ്റ് ബൈ ദി നമ്പർ ഓഫ് ബിറ്റ് സ്പെസിഫൈഡ് ബൈ ദി റൈറ്റ് ഓപ്പറൻറ്റ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ലെഫ്റ്റിലെ ഓപ്പറൻറ്റിൻ്റെ വാല്യൂ റൈറ്റ് ഓപ്പറൻറ്റിൽ എത്ര വാല്യൂ ആണ് കൊടുത്തത് അതിന് കറസ്പോണ്ടിങ്, അതായത് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറൻറ്റിൻ്റെ വാല്യൂ എത്രയാണ് അത്രയും വാല്യൂസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ബൈനറി റൈറ്റ് ഷിഫ്റ്റിൽ പറയുന്നത്. ഈ 2 ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആരും അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നെഗേഷൻ സിമ്പിൾ, പിന്നെ 12 ടൈപ്പ് ചെയ്തു. അപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ കിട്ടിയത് -13 ആണ്. എന്തുകൊണ്ടാണ് -13 വന്നത് നമുക്ക് നോക്കി നോക്കാം. ഈ കോംപ്ലിമെൻറ്റ് ഓഫ് 12 -13 ആണോ? ഫസ്റ്റ് നമുക്ക് 12ൻ്റെ ബൈനറി വാല്യൂ എഴുതാം. 12ൻ്റെ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1100 ആണ് ബൈനറി വാല്യൂ. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്, 0011 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ 0011 എന്ന വാല്യൂന് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13 എന്ന് പറയാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂസാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി -13 എന്ന് വന്നത്? അപ്പോൾ ഫസ്റ്റ് 13ൻ്റെ ബൈനറി വാല്യൂ എടുക്കണം. ബൈനറി വാല്യൂ ഏതാണ്, 1101. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻ്റ് വാല്യൂ, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എങ്ങനെ വരിക, 0010. ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് വാല്യൂ വരിക. ഇനി ഇതിൻ്റെ -13ൻ്റെ വാല്യൂ കാണണമെങ്കിൽ 2's കോംപ്ലിമെൻ്റ് കാണണം. 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്ത് എന്താ കിട്ടുക, 1100. ഇതാണ് -13ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഈ -13ൻ്റെ ഈ വാല്യൂ തന്നെയാണ് നമുക്ക് എന്തിൻ്റെ കിട്ടിയത്, വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 12ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെയാണ് ആക്ച്വലി ആ റിസൾട്ടിൽ -13
-13 എന്ന് വന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു എക്സാമ്പിൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. നെഗേഷൻ ഓഫ് 32. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ -33 എന്ന് വന്നു. ഇതെല്ലാവരും ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കി നോക്കണം വീട്ടിൽ. അപ്പോൾ നെക്സ്റ്റ് 12 ആൻഡ് 13 ടൈപ്പ് ചെയ്തു. അപ്പോൾ റിസൾട്ട് വന്നത് 12 തന്നെയാണ്. ഇത് രണ്ട് നമ്പർ ആഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് 12 വന്നതെന്ന് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൊടുത്തത് നമ്മൾ 12 ആണ്. 12ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എത്രയാണ്? 1 1 0 0. 13 സെക്കൻഡ് കൊടുത്തു. 13ൻ്റെ ബൈനറി വാല്യൂ 1 1 0 1 ആണ്. അപ്പോൾ ഇതിൽ ഈ രണ്ട് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യാണ്. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ ടേബിൾ എങ്ങനെ വരിക? 0 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 വന്നാലും 0 ആയിരിക്കും. 1 0 വന്നാലും 0 ആയിരിക്കും. 1 1 വന്നാൽ മാത്രമാണ് ആക്ച്വലി 1 വരിക. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യണം. ഈ ഈച്ച് ആൻഡ് എവരി ബിറ്റ്സ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ബൈനറി ബിറ്റ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 0യും 1 തമ്മിൽ കമ്പയർ ചെയ്യാം. 0 1 വന്നാൽ 0 തന്നെയാണ്. 0 0 വന്നാലും 0 ആണ്. 1 1 വന്നാൽ 1 ആണ്. 1 1 വന്നാലും 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് 1 1 0 0 ആണ്. ഇത് ഏത് ഡിജിറ്റിനോട് കറസ്പോണ്ടിങ് ഉള്ള ബൈനറി വാല്യൂ ആണ്? 12 എന്ന് 12 എന്ന നമ്പറിനോട് കറസ്പോണ്ടിങ് വരുന്ന ബൈനറി വാല്യൂ ആണ് ഈ 1 1 0 0 എന്ന് പറയാം. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് 12 എന്ന് വന്നത്. നെക്സ്റ്റ് അഗെയിൻ ഒരു എക്സാമ്പിൾ ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള തന്നെയാണ്. 20 ആൻഡ് 30. ഇത് വീണ്ടും നേരത്തെ പറഞ്ഞ സ്റ്റെപ്സൊക്കെ ഇതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്ച്വലി റിസൾട്ട് ഇതിൽ 20 വന്നതെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് 12 ഓർ ഓപ്പറേറ്റർ 30. ഇപ്പോൾ റിസൾട്ട് കറസ്പോണ്ടിങ് 13 എന്നാണ് റിസൾട്ട് വന്നത്. ഇത് അതുപോലെ തന്നെ എങ്ങനെയാണ് 13 വന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റ് 12 ആണ്. അതിന് കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 1 1 0 0 ആണ്. 13 നെക്സ്റ്റ് അതിൻ്റെ ബൈനറി വാല്യൂ 1 1 0 1 ആണ്. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയാണ് സെയിം അതേ ഡിജിറ്റ്സ് തന്നെ ഉപയോഗിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്ത് നോക്കുമ്പോൾ ബിറ്റ്സുകൾ നമ്പേഴ്സ് മാറ്റി നമുക്ക് ചെയ്ത് നോക്കാം. എന്നാലാണ് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവുള്ളൂ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓർ ഗേറ്റിൻ്റെ ആണ്. ഓർ ഗേറ്റിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേബിളിൽ 0 0 വന്നു കഴിഞ്ഞാൽ 0 ആണ്. 0 1 വന്നാൽ ഔട്ട്പുട്ട് 1 ആണ്. 1 0 വന്നാലും 1 ആണ്. 1 1 വന്നാലും 1 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കമ്പയർ ചെയ്യാണ് ആക്ച്വലി കമ്പ്യൂട്ടർ ചെയ്യുന്നത്. 0 1 വന്നു. 0 1 വന്നാൽ ആക്ച്വലി 1 ആണ് ഔട്ട്പുട്ട്. 0 0 വന്നാൽ 0. 1 1 വന്നാൽ 1. 1 1 വന്നാലും 1. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 1 1 0 1 ആണ്. ഇത് ഏതിനോട് കറസ്പോണ്ടിങ് ആണ്? നമ്മുടെ 13 വാല്യൂ 13നോട് കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിൽ ഔട്ട്പുട്ട് വന്നത് എന്താണ്? 13 എന്നാണ് വാല്യൂ വന്നത്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് 13 വന്നത്. നെക്സ്റ്റ് ഓർ ഓപ്പറേറ്ററിൻ്റെ തന്നെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ 24 ഓർ ഓപ്പറേറ്റർ 21 ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട് വന്നത് 29. ഇതും നമ്മൾ ചെയ്ത് നോക്കി നോക്കാം. നെക്സ്റ്റ് എക്സോറിൻ്റെ എക്സാമ്പിൾ 12 എക്സോർ 13 എൻ്റർ ചെയ്തപ്പോൾ റിസൾട്ട് 1 വന്നു. അപ്പോൾ ഈ റിസൾട്ട് 1 എങ്ങനെ വന്നതെന്ന് നോക്കാം. ആക്ച്വലി ഞാൻ ഈ 12ഉം 13 എല്ലാം യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. എല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ വാല്യൂസ് തന്നെ ഞാൻ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ വാല്യൂസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിനോടൊപ്പം പറയുന്ന മറ്റൊരു എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കണം. എന്നാലേ ഒന്നുകൂടി ക്ലാരിഫൈ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സോർ ഗേറ്റിൻ്റെ ടേബിൾ നോക്കി നോക്കാം. അപ്പോൾ അതിന് എക്സ് വൈ പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് 0 0 1 0 0 1 1 1. എക്സോർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻപുട്സ് ആണ്. ഇപ്പോൾ ഇതിൽ 1 0 0 1 രണ്ട് ഡിഫറെൻറ്റ് ഇൻപുട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അതായത് 1 ആയിരിക്കും. അതുപോലെ സെയിം ഇൻപുട്സ് 0 0 0 1 1 ഇത് രണ്ടും സെയിം ഇൻപുട്സ് ആണ് വരുന്നത്. ഈ രണ്ട് സെയിം ഇൻപുട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇതാണ് എക്സോർ ടേബിൾ വരയ്ക്കാനുള്ള ഒരു ഈസി മെത്തേഡ്. ഈ രീതിയിലായിരിക്കണം നമ്മുടെ കാൽക്കുലേഷൻസ്. അപ്പോൾ നമ്മൾ രണ്ട് ഇൻപുട്സ് ഇവിടെ കൊടുത്തത് 12ഉം 13 തന്നെയാണ്. 12ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 1 1 0 0 ആണ്. 13ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? 1 1 0 1 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ തമ്മിൽ കമ്പ്യൂട്ടർ ആക്ച്വലി കമ്പയർ ചെയ്യുന്നത് ഈ രണ്ട് വാല്യൂവിൻ്റെയും ബിറ്റ്സുകൾ തമ്മിലാണ്. അപ്പോൾ 0 1 വന്ന ഏതാ? കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വരേണ്ടത് 1 ആണ്. 0 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആണ്. 1 1 വന്നാലും വീണ്ടും 1 1 വന്നാലും 0 ആണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? 0 0 0 1. അപ്പോൾ ഇത് ഈ കറസ്പോണ്ടിങ് ബിറ്റിൻ്റെ
നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക. അതാണ് ഔട്ട്പുട്ട് കമ്പ്യൂട്ടറിൽ 1 കാണിച്ചത്. നെക്സ്റ്റ് വീട്ടിൽ ചെയ്യാനായിട്ട് 24 XOR 12 എന്നൊരു നമ്പർ ചെയ്ത് നോക്കാം. അതിൻ്റെ റിസൾട്ട് 20 ആണ്. അതെങ്ങനെ 20 വന്നതെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ 10 ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ 2 എൻ്റർ ചെയ്തപ്പോൾ 40 വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ 40 വന്നത്? അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് 40 വന്നതെന്ന് നോക്കി വെക്കാം. നമ്മളിവിടെ ചെയ്ത് നോക്കിയത് 10 ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ 2 2 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ 10ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഏതാണ്? 1010 എന്നാണ് ആക്ച്വലി 10ൻ്റെ ബൈനറി വാല്യൂ. ഈ 10ൻ്റെ ബൈനറി വാല്യൂ നമുക്കൊരു ബോക്സിലേക്ക് ആക്കാം. നമ്മൾ ആക്ച്വലി ഏതൊരു നമ്പർ എഴുതുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ സംതിങ് ഒരു 60 എന്നൊരു വാല്യൂ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി 60.0 എന്നാണ് കമ്പ്യൂട്ടർ അതെടുക്കുക. എന്നാൽ ഈ 0 എന്ന് പറയുന്ന വാല്യൂ എന്ന വാല്യൂവിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല എന്ന് മാത്രം. പക്ഷേ കമ്പ്യൂട്ടർ അങ്ങനെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 10 എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ 10ന് കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എഴുതി അതിൻ്റെ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ മറ്റൊരു ബോക്സ് വരയ്ക്കുക. അതിൻ്റെ അകത്ത് 000 സംതിങ് സീറോസ് ഉണ്ടാവും. അപ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞാൽ വരുന്ന വാല്യൂസും ആക്ച്വലി ബൈനറി വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ഉള്ള ബൈനറി വാല്യൂ കമ്പ്യൂട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് സീറോസിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? 101000. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്, ബൈനറി റിസൾട്ട് വരിക. ഇതിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് കാണിക്കുന്നത്. പിന്നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2/0 ഇത് 2/1 കൊടുക്കുക, 2/2 2/3 ഇതിന് 2/4 ഇതിന് 2/5. ഇപ്പോൾ ഇതിലെ നമ്പേഴ്സ് വരുന്നത് 2/3ഉം 2/5 ആണ്. 2/3 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് 8 ആണ്. 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 40 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ 40 വന്നത്. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ 23 ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ 3 എൻ്റർ ചെയ്തപ്പോൾ 184 കിട്ടി. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കണം എങ്ങനെയാണ് 184 വന്നതെന്ന്. നെക്സ്റ്റ് എക്സാമ്പിൾ റൈറ്റ് ഷിഫ്റ്റിൻ്റെയാണ്. 10 റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ 2 എൻ്റർ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 2 എന്നാണ് ഔട്ട്പുട്ട് കിട്ടിയത്. അതെങ്ങനെയാണ് 2 കിട്ടിയത്? ഇതുപോലെ തന്നെ റൈറ്റ് ഷിഫ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയാക്കുകയാണെങ്കിൽ 10ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 101010. ഇപ്പോൾ ഇതിൽ ഷിഫ്റ്റിംഗ് വരുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ ഈ 10 നമുക്ക് ലോസ് ആവും. ബാക്കി വരുന്നത് ഈ വാല്യൂ ആയിരിക്കും. ഫസ്റ്റത്തെ 10 ആയിരിക്കും. ഇപ്പോൾ ഔട്ട്പുട്ട് വരിക 10 എന്നാണ് ബൈനറിയിൽ. ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 2 ആണ് ആക്ച്വലി ഔട്ട്പുട്ട് വരിക. അതായത് 2/0 2/1 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അതാണ് ഔട്ട്പുട്ട് 2 വന്നത്. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റിൻ്റെയും 23 റൈറ്റ് ഷിഫ്റ്റ് 3 എന്നൊരു എക്സാമ്പിൾ എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കി നോക്കുക.